ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ഇന്നലെ കണ്ടിരുന്നു. ഒരു ക്രോണോളജിക്കൽ ഓർഡർ ചിലപ്പോൾ ഈ എക്സ്പ്ലനേഷനിൽ കാണില്ല. ആൻഡ് ഇത് സിനിമ കണ്ടവർക്ക് മാത്രമുള്ള എക്സ്പ്ലനേഷൻ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രൊട്ടാഗനിസ്റ്റ് ഒരു ഹൈ ടെമ്പേർഡ് ആയ കഥാപാത്രമാണെന്ന് പറയുമ്പോഴും ആളൊരു നല്ലവനല്ല എന്നത് ഇൻട്രോഡക്ടറി സീനിൽ തന്നെ സിനിമ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു കേസ് ഇയാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി എപ്പോഴും റൂഡായ ഒരു രീതിയിലാണ്. മാല മോഷ്ടിച്ച കേസ് വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടി ആ ലേഡിയെ തോടിക്കുന്നതും, സിനിമയിലെ മേജർ കേസ് വരുമ്പോൾ അതിലൊരു വിക്ടിമിനെ ചോദ്യം ചെയ്യുമ്പോൾ, അതായത് ജഗദീഷിൻ്റെ മകൾ, അവരെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു റൂഡായ അപ്രോച്ച് അവിടെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റൂഡായ ബിഹേവിയർ കാരണമാണ് ഈ കുട്ടിയും ഹരിശങ്കറിൻ്റെ മകളും സൂയിസൈഡ് ചെയ്യാൻ ഒരു കാരണമായിട്ട് മാറുന്നത്. ജഗദീഷിൻ്റെ ക്യാരക്ടറിന് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് സിനിമയിൽ ഉൾപ്പെടുത്തിയ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായി. കാരണം ഈ ക്രൈമിലോട്ട് ഹരിശങ്കർ എത്തിപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടർ ഈ ക്യാരക്ടറാണ്. അതായത് മുക്കുബന്ധം പണയം വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരൊറ്റ മായ തുടങ്ങിയിട്ടാണ് ഒരു വലിയ ക്രൈമിൻ്റെ ആംഗിലോട്ട് ഹരിശങ്കർ എത്തുന്നത്. ഒരുപക്ഷെ ഇങ്ങനൊരു മുക്കുബന്ധം കേസ് തുടക്കത്തിൽ വന്നില്ലെങ്കിൽ ഇയാൾ ഒരുപക്ഷെ ഈ ക്രൈമിലോട്ട് എത്തി എന്ന് വരില്ല. ഹരിശങ്കർ ആദ്യമായിട്ട് കണ്ടെത്തുന്ന വ്യക്തി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഫൈൻഡിങ്സിലോട്ട് എത്തുമ്പോൾ തനിക്ക് പറ്റിയത് ഈ ഓഫീസർ എക്സ്പോസ് ചെയ്യും എന്ന ഭയം കാരണം ആദ്യത്തെ വ്യക്തിയും സൂയിസൈഡ് ചെയ്യുന്നു. പക്ഷെ ഹാങ് ചെയ്ത് നീക്കുന്നത് ഹരിശങ്കർ കാണുമ്പോൾ അയാൾ മുന്നേ കണ്ടിട്ടുള്ള ആ ഇവന്റിലോട്ട് അയാളെ എത്തിക്കുന്നു. അതായത് അയാളുടെ ആദ്യ മകളുടെ സൂയിസൈഡ്. പിന്നീട് പഴയ ഇവന്റ് ഇയാളുടെ മനസ്സിലോട്ട് റീക്രിയേറ്റ് ചെയ്യപ്പെടും. പെട്ടെന്ന് ആ ഇൻസിഡൻറ്റിലോട്ട് മൈൻഡ് പോവുകയാണ്. സോ മകൾ മരിച്ച അതേ ദിവസത്തിൽ ഹരിശങ്കർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ബിഹേവ് ചെയ്യുന്നത്. എന്നിട്ട് മകളെ തേടി നടന്നപ്പോൾ സ്വന്തം മകൾ മരിക്കാനുള്ള കാരണം ഹരിശങ്കറാണ് എന്ന് ഗീത പറയുമ്പോൾ പ്രസന്റ് മെമ്മറിയിലോട്ട് തിരിച്ചെത്തുന്നു. നോർമലി ഇയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ട്രിഗർ ചെയ്യപ്പെടാവുന്ന ഇവന്റ് ഇയാളുടെ മെമ്മറിയിലുള്ളത് കാരണം അതേപോലെ ഒരു ഇവന്റ് വന്നപ്പോൾ ഇയാൾക്കൊരു മെമ്മറി ലോസ് സംഭവിച്ചു. ഈ ക്രൈമിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ് ഈ ചെയിനുകളാണ്. അബ്യൂസ് ചെയ്യപ്പെട്ട ശേഷം അബ്യൂസ് ചെയ്തയാൾ ചെയിന് പൊട്ടിക്കുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതിലെ വിക്ടിംസ് ഉണ്ടാക്കിയെടുക്കുന്നതും യൂസ് ചെയ്യുന്നതും ഈ ചെയിന് പോയ കാരണം കൊണ്ടല്ല. പക്ഷേ ചെയിനിൻ്റെ പിന്നാലെ ഒരു ചോദ്യം വന്നാൽ ഇവർക്ക് ശരിക്കും സംഭവിച്ചത് പുറത്തറിയാം എന്നുള്ളൊരു കാരണം കൂടി ഇതിൽ ഉണ്ട്. എസ്പെഷ്യലി ഹരിശങ്കറിൻ്റെ ഒക്കെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടെത്തി എന്നൊക്കെ വരും. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ചെയ്യാൻ ഒരു റീസൺ ഉണ്ടെന്നും കൂടി പറയാം. ഹരിശങ്കർ ഈ കേസ് ക്രാക്ക് ചെയ്യുന്ന ഇവൻസ് ഒക്കെ സിനിമയിൽ നല്ല കണക്റ്റഡായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു മുക്ക് കൊണ്ടതിൽ തുടങ്ങി അന്വേഷിച്ച് പിടിച്ച് ഒറിജിനലായിട്ട് പണയം വെച്ച ചെയിനിലോട്ട് എത്തിപ്പെടുന്നു. ഇത് പണയം വെച്ച ആളെ കണ്ടെത്തുമ്പോൾ ക്രൈമിലെ പ്രധാനപ്പെട്ട ഒരു സസ്പെക്റ്റിനെ ഹരിശങ്കർ കണ്ടെത്തുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ക്രിസ്ത്യൻ ഗാങ്ങിന് പറ്റുന്നൊരു മിസ്റ്റേക്ക് ശ്യാമിനെ കൊന്നെന്ന് പറയുന്ന തെറ്റായ പ്രതിയായ തോമസിനെ ഇവർ കൊല്ലുന്നതാണ്. കാരണം ഒരു സൂയിസൈഡ് പോലെ ഒരു മർഡറിനെ ആക്കാൻ ശ്രമിച്ചപ്പോൾ 2 പേർക്ക് ജ്യൂസിൽ വിഷം ചേർത്ത് മരിക്കാൻ എന്തിനാണ് 6 ചെറുനാരങ്ങയും 6 ഗ്ലാസും എന്നത് ഒരു ചോദ്യമാണ്. വിക്ടിംസിൻ്റെ ബോഡിയുടെ അടുത്ത് പോലുമല്ല പോയിസൺ ബോട്ടിൽ കിടക്കുന്നത്. ഗ്ലാസ് കഴുകി വെച്ചതിൻ്റെ നനവ് പോലും പോയിട്ടില്ല. ഓട് പൊളിച്ചാണ് ക്രൈം ചെയ്തവർ പുറത്തു പോയത് എന്ന് തെളിയിക്കാൻ ഓട് പൊളിച്ച ഭാഗത്ത് മാത്രം മാവിലയുടെ പ്രസൻസ് ഇല്ലാത്തത് ഒരു തെളിവാണ്. കൊന്നത് ശ്യാമിൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ വെട്ടിയോ ആക്രമിച്ചോ കൊല്ലാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കൊല്ലണമെങ്കിൽ അത് ശ്യാമിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. മർഡറിനെ സൂയിസൈഡ് ആക്കാൻ നോക്കിയത് ക്രിസ്റ്റി ഫെയിലായ ഒരു സംഭവമാണ്. സസ്പെക്റ്റിലോട്ട് എത്തിപ്പെടാൻ ഹരിശങ്കറിന് ഇതും ഒരു റീസണാണ്. ബാക്കി എല്ലാ പോയിന്റുകളിലും ഇവൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ സിനിമ നല്ല ഡെപ്തിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ക്രൈമിൻ്റെ പിന്നിലെ ആക്ച്വൽ റീസൺ ബേസിക്കായി പോയി എന്നൊരു അഭിപ്രായം എനിക്ക് ഉണ്ട്. ഒരു ബസ്സിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് കാരണമാണ് ക്രിസ്ത്യൻ ഗാങ് കർണാടക ഓഫീസറിൻ്റെ മകളെ ടാർഗറ്റ് ചെയ്യുന്നതും ഗീതയുടെ മകളെ ടാർഗറ്റ് ചെയ്യുന്നതും ജഗദീഷിൻ്റെ മകളെ ടാർഗറ്റ് ചെയ്യുന്നതും. അതായത് മകളെ അബ്യൂസ് ചെയ്ത് ഇവർക്ക് ട്രോമയായിട്ട് ഇത് ബിൽഡ് ചെയ്തെടുത്ത് ഇങ്ങനെ ഇവർക്ക് മെയിനായിട്ട് റിവെഞ്ച് നടത്തേണ്ട ക്യാരക്ടേഴ്സിനെ ഹണ്ട് ചെയ്യലാണ് ഇവരുടെ മെയിൻ പ്ലാൻ. അതിലൊരു സ്ട്രോങ് ആയ റിവെഞ്ച് ഉള്ളത് ഈ കർണാടക ഓഫീസറിനോടാണെന്ന് മാത്രം. ഒരുപക്ഷെ പ്രധാനപ്പെട്ട ക്രൈമിന് പിന്നിൽ റീസൺ വളരെ സ്ട്രോങ് ആയൊരു ഇൻസിഡൻ്റ് ആയിരുന്നെങ്കിൽ സിനിമ പിന്നെയും മെച്ചപ്പെടുമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ക്രൈമിൻ്റെ പിന്നിലെ മോട്ടീവ് അല്പം ബേസിക്കാണ് എന്നത് മാത്രമാണ് ഈ സിനിമയ്ക്കുള്ളൊരു ആകെയുള്ളൊരു പോരായ്മ. പറ്റുന്ന പോലെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ആ സിനിമയെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.